ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഗ്യാസിന്റെ ബേണറൊക്കെ ഇതുപോലെ നല്ല കറ പിടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ കറ പിടിച്ചത് നന്നായി ഒന്ന് വൃത്തിയാക്കാനും ഇതിലുള്ള അടപ്പുകളൊക്കെ ഒന്ന് തുറക്കാനുള്ള ഒരു ടിപ്പായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇടയ്ക്കിടെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സ്ലോ ആവുന്നതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ അത് ഗ്യാസ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ആ ഹോൾസ് ഒക്കെ ഒന്ന് ഊതിയിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അതുപോലെ ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഹോളിൽ അടങ്ങിയിരിക്കുന്ന ഈ അടപ്പൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം ഈ മുട്ടുസൂചിയൊക്കെ വെച്ച് നമുക്ക് ഇതിന്റെ ഈ ഹോൾസ് ഒക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഒക്കെ ഒന്ന് കുത്തി കൊടുക്കുക. അങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ ആ ഹോൾസിൽ അടയ്ക്കേണ്ട ഇത് നല്ല കറ അടങ്ങിയിട്ടുണ്ട്, കരി അടങ്ങിയതാണ്. ഹോൾസിൽ ഉണ്ടാകുന്ന ആ ഒരു ഡസ്റ്റ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ ലെവലിലുള്ള ആ ഡസ്റ്റ് ഒക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ അതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കഞ്ഞിവെള്ളം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ സാധാ വെള്ളമാണ് എടുക്കുന്നത്. ചൂടുവെള്ളം എടുക്കുക കേട്ടോ. കഞ്ഞിവെള്ളം ഇല്ലാത്തവരാണെങ്കിൽ ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് ഒരല്പം പേസ്റ്റ്, വൈറ്റ് പേസ്റ്റ് ആണെങ്കിൽ അത്രയും ബെറ്റർ. അപ്പം എൻ്റെ ഒരു ആയുർവേദിക് പേസ്റ്റ് ആണുള്ളത്, അപ്പോൾ ഞാനതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം വൈറ്റ് പേസ്റ്റ് ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇട്ടതിന് ശേഷം നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. കഞ്ഞിവെള്ളത്തിലേക്ക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ബേണറിൽ ഒന്ന് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പഴയ ടൂത്ത് ബ്രഷ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ പേസ്റ്റിന്റെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിന്റെ ഈ ഭാഗങ്ങളിലേക്ക് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കണ്ടാൽ ശരിക്കും കറ ഇളകുന്നത്. അപ്പൊ പേസ്റ്റ് നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ്. ഈ പ്രത്യേകിച്ച് ഈ കറകളൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നല്ലോണം ഈ കറ പിടിച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മളിത് മാസത്തിൽ ഒരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ ഗ്യാസ് വളരെ സ്പീഡ് കുറഞ്ഞതൊക്കെ നല്ല സ്പീഡ് കൂടാനൊക്കെ സഹായിക്കും കേട്ടോ. പ്രത്യേകിച്ച് വൈറ്റ് പേസ്റ്റ്, അതായത് കോൾഗേറ്റിന്റെ വൈറ്റ് പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. നന്നായി നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നമുക്കൊരു ക്ലീനിങ് ഏജന്റ് ആയിട്ട് തന്നെ എടുക്കാം. നമ്മുടെ പേസ്റ്റ് ഇട്ടിട്ട് ഇതുപോലെ പേസ്റ്റും ഉപ്പും മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് ടിപ്പുകൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വളരെ വെട്ടിത്തിളങ്ങാനും നല്ല ക്ലീൻ ആവാനൊക്കെ ധാരാളം ഉപകരിക്കുന്ന ഒരു ടിപ്പാണ് പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേസ്റ്റും കഞ്ഞിവെള്ളത്തിൽ മിക്സ് ആക്കുമ്പോൾ തന്നെ നമ്മുടെ ബേണറിനൊക്കെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഇതൊന്ന് നമുക്കൊന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നല്ല ചളിയുണ്ട്, കൈ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ നന്നായി ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ ഇതിന്റെ ആ ഹോൾസ് ഒക്കെ നല്ല രീതിയിൽ തുറന്നിട്ടുണ്ട്. ഇതിന്റെ ആ കളറൊക്കെ പോയി ആ ഒരു കറക്റ്റ് ആ ബ്ലാക്ക് കളറിന്റെ കറക്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോൾസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു അല്പം പോലും ഡസ്റ്റ് ഒന്നും അതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പഴയ ടൂത്ത് ബ്രഷും പേസ്റ്റും നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ള ഈ ടിപ്പ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക. കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ചാലും മതി കേട്ടോ. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടത്.